നമസ്തേ. ഭാരതത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഭാരതത്തിൻ്റെ ആചാര്യന്മാർ 4 യുഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് അതിൻ്റെ ചരിത്ര നിർണയം നടത്തുന്നത്, കാലഗണന നടത്തുന്നത്. സത്യയുഗം അഥവാ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിൽ സത്യയുഗത്തിലും അതുപോലെ തന്നെ ത്രേതായുഗത്തിലും ഇവിടെ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചത് എന്നതിൻ്റെ നേർചിത്രമാണ് വാൽമീകി മഹർഷി രാമായണത്തിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. ഈ രാമായണം എന്ന് പറയുന്ന ഇതിഹാസം രചിക്കുന്നതിന് പിന്നിൽ വാൽമീകി മഹർഷിക്ക് ഇതിനെ ഒരു ഇതിഹാസം എന്ന നിലയിൽ അവതരിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരിയായി സമാജത്തെ ധർമ്മബോധമുള്ളവരാക്കി ജീവിപ്പിക്കുക എന്നതായിരുന്നു പരമമായ ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. അതിന് ഉത്തമ മാതൃകയായിട്ടാണ് ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ഭരതനെയും അതുപോലെ തന്നെ അമ്മമാരായിട്ടുള്ള കൗസല്യാദേവിയെയും കൈകേയി അമ്മയെയും ഒക്കെ വാൽമീകി മഹർഷി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുവഴി ഈ കലിയുഗത്തിലും നമുക്കെങ്ങനെ ധർമ്മിഷ്ഠരായി ജീവിക്കാം, ധർമ്മോചിതമായി അതെങ്ങനെ സാംസ്കാരികമായ പരിവർത്തനത്തിൽ കൂടി നമുക്ക് ലോകത്തിലേക്ക് പകർന്നു നൽകാം എന്നതിനുള്ള പാഠം ഉദാത്തമായ രീതിയിൽ വാൽമീകി മഹർഷി ഈ ചരിത്രത്തിൽ കൂടി നമുക്ക് നൽകുന്നുണ്ട്. സമഗ്രമായ വ്യാപനം അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുമുള്ള വ്യാപനം അതുകൊണ്ട് തന്നെ രാമായണത്തിലുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യം എന്ന പേര് തന്നെ രാമായണത്തിനുള്ളത്. ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം. ഈ മഹാകാവ്യത്തിൽ കൂടി ഓരോ ബന്ധങ്ങളും, അത് നമ്മൾ രാഷ്ട്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാമാജിക സമരസതകളുടെ കാര്യത്തിലാണെങ്കിലും പ്രകൃതിയോട് എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത് തുടങ്ങിയ കാര്യത്തിലാണെങ്കിലും ഒക്കെ സമഗ്രമായും പഠിപ്പിച്ചുകൊണ്ടാണ് വാൽമീകി തൻ്റെ ഇതിഹാസ രചന നിർവഹിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒന്നിനെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ തകർത്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിത പദ്ധതി അല്ല ശ്രീരാമചന്ദ്രൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. തകർത്ത് അടിമയാക്കി തോൽപ്പിച്ച് നേടിയെടുക്കുന്ന ഒന്നായിട്ട് അദ്ദേഹം ഒരിക്കലും വിജയത്തെ പോലും കാണുന്നില്ല. ത്യാഗത്തിൽ അധിഷ്ഠിതമായിട്ട് ത്യാഗം കൊണ്ട് ആണ് നേടേണ്ടത്, ത്യാഗം കൊണ്ടാണ് യഥാർത്ഥ നേട്ടമുണ്ടാകുന്നത് ജീവിതത്തിൽ എന്ന വലിയ പാഠം ആണ് മഹർഷി നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നത്. ശ്രീരാമചന്ദ്രനിൽ കൂടെയാണെങ്കിലും ഭരതനിൽ കൂടെയാണെങ്കിലും ലക്ഷ്മണനിൽ കൂടിയാണെങ്കിലും ഒക്കെ ഇവരെല്ലാം ത്യാഗത്തിൻ്റെ മൂർത്തികളായിട്ടാണ് നിൽക്കുക. തേന തെക്തി എന്നെ ഭുഞ്ചിതാം മാ കൃത കസ്യ സിഗ്ധനം. ഇത് ഈശാവാസ്യ ഉപനിഷത്തിലും പറയുന്ന അതേ തത്വം തന്നെ. ഉപനിഷത്തുകളിൽ പറയുന്ന അതേ തത്വം, ത്യാഗം കൊണ്ട് ഭുജിക്കുക, ത്യജ്യഭാവത്തോടുകൂടി. ഇത് ലൗകികമായ ജീവിതത്തിൽ അഭിമാനബോധം, ഭയങ്കരമായ തീവ്രമായ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അത് തീവ്രമായ ദുഃഖത്തിലെ അവസാനിക്കുകയുള്ളൂ എന്നതൊരു വലിയ യാഥാർത്ഥ്യമായിട്ട് നമുക്കൊക്കെ അനുഭവത്തിലുള്ളതാണ്. നമ്മൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരിക്കുന്നുവോ, എത്രത്തോളം ഞാൻ മമ എന്നുള്ള ഭാവനയോടുകൂടി അഭിമാനത്തോടുകൂടി ഇരിക്കുന്നുവോ, അത് നമ്മളെ അഹങ്കാരത്തിലേക്കും, അഹങ്കാരം പിന്നീട് ക്രോധത്തിലേക്കും, ക്രോധം നഷ്ടപ്പെടുമ്പോൾ ശോകത്തിലേക്കും ഒക്കെ എത്തിക്കും, ദുഃഖത്തിലേക്കൊക്കെ എത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ പാഠം. അതുകൊണ്ട് തന്നെ അതേസമയം തന്നെ ഇത് ത്യജ്യമാണ്. അതായത് ലൗകികമായതിൽ അധികം അഭിരമിക്കേണ്ടതില്ല, ഇതിൽ യാതൊന്നും ശാശ്വതമായിട്ട് യാതൊന്നുമില്ല എന്ന ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ ലോകത്തിൽ ഇടപെടുകയാണ് എങ്കിൽ നമുക്ക് ഈ പറയുന്ന നഷ്ടങ്ങൾ, അതായത് മൃത്യു പോലും നമുക്ക് ഭയങ്കരമായ ഞെട്ടലൊന്നും ഉണ്ടാക്കില്ല. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ വൈകാരികമായി
ഞാൻ മമഭാവത്തോടു കൂടി ഇരിക്കുന്നത് കൊണ്ട് പലപ്പോഴും എൻ്റെ ധനനഷ്ടം, എൻ്റെ ബന്ധുക്കളുടെ നഷ്ടം ഒക്കെ നമ്മളെ ആകെപ്പാടെ തകർത്ത് കളയുകയാണ്. അവിടെ പിന്നീട് റിക്കവർ ചെയ്യാൻ കഴിയാത്ത വണ്ണം പലരും ഇന്ന് സമാജത്തിൽ ആത്മഹത്യയെ വരെ പ്രാപിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. അവിടെയാണ് ഒരേ സമയം ആ വിഷാദഭാവം മുഴുവൻ നിലനിർത്തുമ്പോഴും സീതാദേവി അപഹരിക്കപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലും ആ വിഷാദഭാവം, ദുഃഖഭാവം മാനുഷികമായി എല്ലാം കാട്ടുമ്പോഴും അതേ സമയം തന്നെ ആ വിഷാദത്തിന് അടിമപ്പെട്ടുള്ളൊരു ഒരു നിലയല്ല നമുക്ക് ശ്രീരാമചന്ദ്രൻ പഠിപ്പിച്ചു തരുന്നത്. അതിനെ എങ്ങനെ മറികടക്കാം, അതിനെ കൃത്യമായി മറികടക്കുവാനുള്ള ആർജവം, ഞാൻ അവനെ തകർത്തുകൊണ്ട് തന്നെ സീതയെ വീണ്ടെടുക്കും, ഈ രാജ്യത്തിൻ്റെ ഭാവനയെ ദീപ്തമാക്കും എന്നുള്ള ദൃഢനിശ്ചയം ശ്രീരാമചന്ദ്രൻ്റെ പ്രവൃത്തിയിൽ കാണും. അപ്പോൾ ഇത് ലോകത്തിന് വലിയൊരു സന്ദേശമാണ്. ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാനസികമായി തകർന്നു പോകാനല്ല, അതിൻ്റെ ദുഃഖങ്ങളൊക്കെയും അനുഭവിക്കുമ്പോൾ തന്നെ അതിനെ കൃത്യമായും മറികടക്കുന്നതിനുള്ള പ്രയത്നം കൂടി, സ്വപ്രയത്നം, അത് സാധ്യമാക്കുക. ഈ സ്വപ്രയത്നത്തിന് അത് ഏത് ശക്തിയോടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക, ഇത് വലിയ പാഠമാണ്. അതും വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രനിലൂടെ അത് വളരെമായി വ്യക്തമായും പറഞ്ഞു തരുന്നുണ്ട്. എതിരാളി അവൻ്റെ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഏത് തരത്തിലാണ് മറികടക്കേണ്ടത്, അതിനുള്ള പാഠം, അത് പലപ്പോഴും മാനുഷികമായ ഒരു തലത്തിനപ്പുറത്തും എതിരാളി ശക്തനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെയും മറികടക്കുന്ന രീതിയിൽ പ്രകൃതിയിലെ എല്ലാ ശക്തികളെയും ചേർത്തുകൊണ്ട്, അതിൽ പക്ഷികളുണ്ട്, ജന്തുജീവികളുണ്ട്, ഇതെല്ലാറ്റിനെയും ചേർത്തുകൊണ്ട് ഒന്നിപ്പിച്ച്, ഇതാണ് ഒരു സമരസതയുടെ ഒരു പാഠം. പ്രകൃതിയെ മുഴുവനും ചേർത്തുകൊണ്ട് ഈ ഒരു ഏകോപനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു മഹാപുരുഷൻ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനും അപ്പുറത്തുള്ള ഒരു ശക്തി, അതും കൃത്യമായൊരു പാഠമായിട്ട് നിൽക്കുന്നു. ആദ്യം ജനകനെ ചേർക്കുന്ന സമയത്താണെങ്കിലും, അതുപോലെ തന്നെ പിന്നെ വന്ന് ബാലിയെ ചങ്ങാതിയാക്കി എടുക്കുന്ന സമയത്താണെങ്കിലും, ശത്രുവിൻ്റെ സഹോദരനെ തന്നെ മിത്രമാക്കി തൻ്റെ പക്ഷത്ത് ചേർക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ നൈപുണ്യം കൃത്യമായിട്ടും ശ്രീരാമചന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചേർക്കേണ്ടവരെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ശക്തി വളരെ കൂടുമെന്നും ആ ശക്തി കൊണ്ട് ശത്രുവിനെ നിഗ്രഹിക്കുന്നതിന്, ശത്രുവിനെ അല്ലെങ്കിൽ തിന്മയെ ഇല്ലായ്മ ചെയ്യുന്നതിന് എളുപ്പമാവും എന്നുള്ള വലിയ പാഠം കൂടി ശ്രീരാമചന്ദ്രൻ നൽകുന്നുണ്ട്. ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ അവിടെ അല്പം പോലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അല്പം ശത്രുവിൻ്റെ മുന്നിൽ വീണു പോകുന്ന സമയത്ത് തന്നെ ആ സമയത്തും ഈ പറയുന്ന ജന്തുജീവികളെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ശ്രീരാമചന്ദ്രന് ആവശ്യമുള്ള, ഇപ്പം മൃതസഞ്ജീവിനി കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അതൊക്കെ മനുഷ്യന് ചെയ്യാൻ കഴിയില്ല സാധാരണഗതിയിൽ. പക്ഷേ അത്യധികം വിശിഷ്ടമായ ശക്തിയോടുകൂടി അവതരിപ്പിക്കപ്പെട്ട ഹനുമാൻ സ്വാമിക്ക് അത് നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഹനുമാൻ സ്വാമിയിലൂടെ അത് ചെയ്യുകയും ആ മൃതസഞ്ജീവനിയിലൂടെ ജീവൻ നേടുകയും വീണ്ടും ഈ പറയുന്ന തളർച്ചയെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗം നമുക്ക് രാമായണത്തിൽ കൂടി കാണാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സമഗ്രമായ ജീവിതത്തിന് നമുക്ക് എല്ലാവരെയും ചേർത്തുകൊണ്ട് പോകണം. ഏതിനെയെങ്കിലും നശിപ്പിച്ചുകൊണ്ടോ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ല, എല്ലാ ശക്തികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയണം. അങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമ്പോൾ നമുക്ക് രാജ്യത്തിൻ്റെ ശ്രേയസ്, അതുപോലെ തന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള നേടേണ്ട ആ ഒരു സ്ഥിതി അത് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയും എന്ന വലിയ പാഠം കൂടി നമുക്ക് രാമായണത്തിൽ കൂടി വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും സംഗതികൾ ചേർത്തുകൊണ്ട് വേണം നമ്മൾ ഇത്രയും ഒരു മഹാകാവ്യമായിരിക്കുന്ന രാമായണത്തെയും അതുപോലെ തന്നെ ഇതിഹാസത്തെയും ഒക്കെ മനസ്സിലാക്കാൻ. ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി.